സാഹസിക നീന്തൽ പരിപാടിയും ആലപ്പുഴ സായിയിൽ നിന്നുള്ള 4 മണി മുതൽ ആനന്ദവല്ലീശ്വരത്ത് നിന്നും ആരംഭിച്ച് ചാമക്കട ചിന്നക്കട വഴി ഉള്ള കൾച്ചറൽ പ്രോസസ്സിനും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ത്യൻ നേവിയുടെ വൈസ് അഡ്മിറൽ ശ്രീ സതീഷ് സോണി AVSM NM അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ആരാധ്യയായ മേയർ ശ്രീമതി പ്രസന്ന ശ്രീ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ട്രോഫിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ശ്രീ PT തോമസ് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടുത്തെ ഗാനം നൈവേദ്യമെന്നും ദിവ്യമാം സ്നേഹം ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ കൈവിടാതെന്നും കാത്തിടേണം കൈവിടാതെന്നും കാത്തിടേണം. That too going to be inaugurated by a vice admiral, the first time again in Kollam. All in all, this is a very unique event. In Kollam, as a part of the second Presidential Trophy 2012, P. Thomas IAS. Let's welcome him with a good man. Of distinguished service. Vice Admiral Satish Soni was commissioned into Navy. Sea commands include commands of Stealth Brigade INS Talwar, Guided Missile Destroyer INS Delhi, Defence Academy NDA. In Pune. His previous appointment was at New Delhi and now Sena Medal. Sir, as I said in the beginning, it's our privilege നമ്മുടെ സ്പോർട്സ് ആൻഡ് സിനിമ ഫോറസ്റ്റ് വകുപ്പിൻ്റെ മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാർ അവരുടെ ക്ഷണിച്ചോളുന്നു. ബഹുമാന്യ വൈസ് അഡ്മിറൽ സതീഷ് സോണി AVSM, ബഹുമാന്യ മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, ബഹുമാനായ ഈ ട്രോഫി പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും MP-യുമായ ശ്രീ പീതാംബര കുറുപ്പിയേട്ടൻ, വേണുനാഥ്, ഈ വേദിയിലും സദസ്സിലും ഉത്സാഹിക്കുന്ന ബഹുമാന്യരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കൊല്ലത്തെ ഒരു വലിയ ഉത്സവമായി മാറിയിരിക്കുന്ന പ്രസിഡൻസ് ട്രോഫി പ്രൈസിൻ്റെ ഈ വർഷത്തെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടന്ന വാട്ടർ സ്പോർട്സിൻ്റെ ഉദ്ഘാടനത്തിലാണ് ബഹുമാനായ വൈസ് അഡ്മിറൽ ഇവിടെ വന്നിരിക്കുന്നത്. അഷ്ടമുടിയുടെ വാട്ടർ സ്പോർട്സിലുള്ള സാധ്യതകൾ
ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു തുടക്കമായി നമ്മളിതിനെ കാണാം. വാട്ടർ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ടൂറിസം ആകർഷിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. വാട്ടർ സ്പോർട്സും ഉണ്ട്, എയറോ സ്പോർട്സും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കും സാധ്യതയുള്ള സ്ഥലമാണ് തോന്നുന്നത്. എയറോ സ്പോർട്സിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഞാനൊരു പദ്ധതി കൊല്ലത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു. എന്നതും ഒപ്പം തന്നെ ഒരു വലിയ ടൂറിസം ആയി മാറും. സാഹസിക ടൂറിസം, അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ സാധ്യതകൾ, അഡ്വഞ്ചറസ് സ്പോർട്സിൻ്റെ സാധ്യതകൾ, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ടൂറിസം വകുപ്പ് ഒരു സെറ്റ് തുടങ്ങും, DTPC ഒരു സെറ്റ് തുടങ്ങും, സ്പോർട്സ് വകുപ്പ് വരെ തുടങ്ങും. ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും നമ്മൾ കൊല്ലത്തിനെ ഒരു വലിയ ടൂറിസം അട്രാക്ഷനാക്കി ഈ അഡ്വഞ്ചറസ് സ്പോർട്സിനാക്കാൻ കഴിയും. നമുക്ക് കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ മലകളുണ്ട്, കായലുണ്ട്, ആകാശമുണ്ട്. ഇത് മൂന്നും ഉപയോഗപ്പെടുത്താം. ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചറസ് സ്പോർട്സിൻ്റെ ഭാഗമായി മലകയറ്റം പോലെയുള്ള മൗണ്ടനറിംഗ് പോലുള്ള പരിപാടികൾക്ക് കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ഉപയോഗിക്കാം. പത്തനാപുരത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശമായ തെന്മല, ആര്യങ്കാവ് പോലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ കായൽ, ഇത്ര മനോഹരമായ കായൽ, ശാന്തമായ ഈ കായൽ നമുക്ക് ശരിക്കും ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സീ പ്ലെയിനും മറ്റും വരുന്നൊരു കാലമാണ്. ഇപ്പോൾ ശരിക്കും വാട്ടർ സ്കീയിങ് പോലുള്ള കാര്യങ്ങൾ, കനോയിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വള്ളംകളി എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആസാമ മൈതാനത്തിൽ ഗ്ലൈഡർ ഫ്ലൈയിങ് അടക്കം ഉള്ള പദ്ധതി. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് കേന്ദ്ര നാഷണൽ എയറോ ക്ലബ് ഓഫ് ഇന്ത്യയുമായി ചേർന്നിട്ട് ഒരു രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാഡമി, സ്പോർട്സ് വകുപ്പിൻ്റെ കീഴിലുള്ള അക്കാഡമിയും ചേർന്ന് സ്പോർട്സ് വകുപ്പും കൂടി ചേർന്നുകൊണ്ട് കുട്ടികളെ വൈമാനികരാക്കാനുള്ള ശ്രമമാണ്. കുട്ടികളിലേക്ക് ഒരു വിമാനം, ആകാശത്തെ സഞ്ചാരം, അഡ്വഞ്ചറസ് സ്പോർട്സിൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അവരെ എയറോ മോഡലിംഗ് പഠിപ്പിക്കാനും ആ റിമോട്ട് കൺട്രോളിലുള്ള എയറോപ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകളും പറത്താൻ അവരെ പഠിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ, കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികളെ, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ആശ്രമത്ത് കൊണ്ടുവന്ന് ഒരു പരിശീലന പറക്കലും കാര്യങ്ങളും തുടങ്ങി അവിടെ നിന്ന് മൈക്രോലൈറ്റ് ഫ്ലൈയിങ്ങിലേക്ക് മാറ്റി. ഗ്ലൈഡർ, ചെറിയ എഞ്ചിനോട് കൂടിയ പ്ലെയിനുകളിൽ പറത്തുവാനുള്ള പുതിയ ഒരു സംവിധാനം പഠിപ്പിക്കുക. അവിടെ നിന്ന് മറ്റ് തിരുവനന്തപുരത്തെ ഏവിയേഷൻ അക്കാഡമിയുടെ വിമാനം പറത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ഇപ്പോൾ വളരെ നല്ല നിലയിലാണ് ഏവിയേഷൻ അക്കാഡമി നടക്കുന്നത്. നമ്മൾ കൊല്ലം ജില്ലയിൽ തന്നെ കിഴക്കൻ മലയോര പ്രദേശത്ത് പത്തനാപുരത്തിൻ്റെയും കോന്നിയിലും കൂടെ നടുവിലായിട്ട് ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാനുള്ള സ്ഥലം നോക്കിയിരുന്നു. DTPCയുടെ ഒരു ഷെഡ്, പണ്ട് മൈക്രോലൈറ്റ് ഫ്ലൈയിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഷെഡ് പണിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷെഡ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയാൽ ഈ മോഡലുകൾ അവിടെ സൂക്ഷിക്കാൻ കഴിയും. ഈ മോഡലുകളിൽ നിന്ന് ആരംഭിച്ച് കുട്ടികളെ അഡ്വഞ്ചറസ് സ്പോർട്സിലേക്ക് കൊണ്ടുവരിക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ ഇന്ന് തുടങ്ങുന്ന ഈ പദ്ധതി ശരിക്കും കളക്ടർ DTPC മുൻകൈയെടുത്താൽ ടൂറിസവും സ്പോർട്സുമായി ചേർന്നുകൊണ്ട് അത്യാവശ്യം പൈസയൊക്കെ സ്പോർട്സിന് തരാൻ പറ്റും. സ്പോർട്സിന്റെ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ടും കായിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു മാധ്യമ സുഹൃത്തുക്കളും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു മാറ്റം ഗണേഷ് കുമാറിന്റെ ആവശ്യമല്ല, കേരളത്തിന്റെ കായിക രംഗത്തിന്റെ ആവശ്യമാണ്. ഈ സർക്കാരിന്റെ ആവശ്യമല്ല, കേരളത്തിലെ കായിക താരങ്ങളുടെ ആവശ്യമാണ്. 70% കായിക താരങ്ങൾക്ക് കായിക രംഗത്തെ ഭരണം കൈമാറുന്ന, 70%-ലധികം കൈമാറുന്ന ഒരു നിയമമായിരിക്കും വരാൻ പോകുന്നത്. അതാണ് ഗവൺമെന്റിന്റെ സമീപനം. കായിക രംഗത്ത് വലിയ ഉണർവ് അത് കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെല്ലാവരുടെയും സഹകരണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ, സർവ്വീശ്വരന്റെ അനുഗ്രഹത്തോടെ നിർവഹിച്ചാൽ നന്ദി, നമസ്കാരം. May I now invite our chief guest, Vice Admiral Satish Soni. Apologize that I cannot speak in Malayalam. So I will try and express myself in English. But if you call me next time, I will be able to speak a few words of Malayalam also. Shri Ganesh Kumar, Honorable Minister of Forest, Sports and Cinema, Worshipful Mayor Srimati Prasanna, Shri P.G. Thomas, District Collector and Chairman of the President's Trophy Boat Race, Shri Pillai, Convener of Water Sports Committee, members of the Water Sports Committee, coaches and sportsmen of the Sports Authority of India. A lot of dividends because organization of such events help us in exposing water sports and the importance of sports to the general. I invite our Worshipful Mayor
Srimati Prasanna Yedis to come and give her speech. ബഹുമാന്യനായ കളക്ടർ ശ്രീ പി ജി തോമസ്, നമ്മുടെ